Hi students, welcome to next class of Mechanics of Fluid. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് അതെല്ലാം കഴിഞ്ഞ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് വിസ്കോസിറ്റി കൈനമാറ്റിക് വിസ്കോസിറ്റി എല്ലാം സോൾവ് ചെയ്ത് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് ഇതിന് മുൻപുള്ള വീഡിയോയിൽ നോക്കിയത്. ഇന്ന് നമുക്ക് അടുത്ത് പഠിക്കാം സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷൻ? ഓക്കെ, സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ജനറലി പറയാം നമ്മളെ സർഫസ് ടെൻഷന് കാരണമാവുന്നതാണ് നമ്മുടെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്, അതായത് മഴത്തുള്ളികൾ, വെള്ളത്തുള്ളികൾ. അത് സർഫസ് ടെൻഷനാണ് റീസൺ. സർഫസ് ടെൻഷൻ കൊണ്ടാണ് ആ ഒരു സ്പെരിക്കൽ ഷേപ്പ് വെള്ളത്തിന് കിട്ടുന്നത്. മഴത്തുള്ളിക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടോ, സ്പെരിക്കൽ ഷേപ്പ് കിട്ടാൻ കാരണമാണത് സർഫസ് ടെൻഷനാണ്. അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സിലാണെങ്കിലും പോണ്ടിലാണെങ്കിലും നോക്കിയ സ്മോൾ ഇൻസെക്ട്സ് ഒക്കെ അതിൻ്റെ മേലെ കൂടെ നടന്നു പോകും, അല്ല വാട്ടർ സ്ട്രൈഡർ വെള്ളത്തിൻ്റെ മേലെ കൂടെ നടന്നു പോകണു. അതുപോലെ ഇല, ലീവ്സ് പാറി കിടക്കുകയാണ് ചെയ്യുക, ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, താഴോട്ട് പോകണില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വാട്ടറിലുള്ള സർഫസ് ടെൻഷൻ കൊണ്ടാണ് അത് സിങ്ക് ചെയ്യാണ്ട്, ഈ ഇല സിങ്ക് ചെയ്യാണ്ട് അത് പാറി നിൽക്കുന്നതും ഈ വാട്ടർ സ്ട്രൈഡർ എന്നുപോലുള്ള ഇൻസെക്ട്സിന് വെള്ളത്തിൻ്റെ മേലെ കൂടെ നടക്കാൻ കഴിയണതൊക്കെ. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. Surface tension is defined as the tensile force acting on the surface of a liquid contact with a gas or on the surface between two immiscible liquids such that the contact surface behaves like a membrane under tension. നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ മനസ്സിലാക്കിയാൽ മതി. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെൻസൈൽ ഫോഴ്സാണ്. ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുക. അതായത് ഇൻ ദ സെൻസ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇമാജിൻ ഇങ്ങനെ ഒരു ബാർ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. ഒരു ബാർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ പുള്ള് ചെയ്യാണ്. ഈ സൈഡിൽ നിന്ന് ഈ ആരോ മാർക്കിലൂടെ ഈ ഡയറക്ഷനിൽ, ഈ രണ്ട് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു ഫോഴ്സ് ആക്ട് കൊടുക്കണമെന്നിരിക്കട്ടെ. അതിനെയാണ് എന്തെന്ന് പറയുക? ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുക. ഇൻ ദിസ് ഡയറക്ഷൻ, ഇങ്ങനെ ഈ ബാറിന് ഈ ഡയറക്ഷനിൽ, ഈ ആക്സിസിന് പാരലായിട്ടാണ് എന്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതിനെയാണ് എന്ത് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുക. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ വാട്ടർ സർഫസ് ഉണ്ടെങ്കിൽ ആ വാട്ടറിൽ ഇതേപോലെ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു സർഫസ് ഓഫ് എ ലിക്വിഡിൻ്റെ സർഫസിൽ അത് ഒന്നിലിങ്ങനെയാണ് ലിക്വിഡ് കോണ്ടാക്ട് വിത്ത് ഗ്യാസ്. അതായത് നമ്മൾ ജനറലി ഇപ്പോൾ റിവർ പറയുകയാണെങ്കിൽ റിവറിൽ വെള്ളമുണ്ട്, വെള്ളം ഗ്യാസ് ആയിട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ വെള്ളം എയർ ആയിട്ടാണ്, അറ്റ്മോസ്ഫിയർ എയർ ആയിട്ട് വെള്ളത്തിൻ്റെ സർഫസ് കോണ്ടാക്റ്റ് ഉണ്ട്. കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ സർഫസ് ടെൻഷൻ ഫോം ചെയ്യണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ പറയുന്ന കാര്യമാണ് എന്ത്, ടു ഇമ്മിസിബിൾ ലിക്വിഡ് ഇൻ ദ സെൻസ് ഇമ്മിസിബിൾ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ, മിക്സ് ആവാത്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വാട്ടറും ഓയിലും നോക്കിക്കഴിഞ്ഞാൽ അത് മിക്സ് ആവുമോ? ഇല്ല. വാട്ടർ പെട്രോൾ മിക്സ് ആവുമോ? ഇല്ല, അല്ലേ? നിങ്ങൾ പറ്റുമെങ്കിൽ പെട്രോൾ കുറച്ച് എടുക്കുക, വാട്ടർ എടുക്കുക, അത് രണ്ടും കൂടി ഒരു ബോട്ടലിൽ ഒന്ന് ഒഴിച്ച് നോക്കിക്കേ. വാട്ടർ സെപ്പറേറ്റ് ആയിരിക്കും, പെട്രോൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അതാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ആ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്താ, ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഫാക്ടറാണ്. ഓക്കെ, രണ്ടിൻ്റെ പെട്രോളിൻ്റെ ഡെൻസിറ്റി ഒരു വാല്യൂ ആണ്, വാട്ടറിൻ്റെ ഡെൻസിറ്റി ഒരു വാല്യൂ ആണ്, ശരിയല്ലേ? പെട്രോളിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 730 kg/m³ ആണ്. നമ്മൾ ഡെൻസിറ്റി എടുക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്നാൽ 1000 kg/m³ ആണ്. അപ്പോൾ ഏതായിരിക്കും താഴെ നിൽക്കുക? ഒരു പാത്രത്തിൽ, ഒരു ബോട്ടലിൽ എടുത്തിട്ട് നിങ്ങൾ ബോട്ടലിൽ വാട്ടർ ഒഴിച്ചു, പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബോട്ടലിൻ്റെ താഴെ കിടക്കുന്നത് ഏതായിരിക്കും? പെട്രോൾ ആയിരിക്കും, വാട്ടർ ആയിരിക്കും. കാരണം എന്താണ്? ഡെൻസിറ്റി കൂടുതലുള്ളതാണ് താഴെ പോവുക. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയാണ്. മാസ് കൂടുതലുള്ളത് താഴെ പോവും. അപ്പോൾ വെള്ളം താഴെ കിടക്കും, മേലെ പാറി നിൽക്കണം എന്തായിരിക്കും? പെട്രോൾ ആയിരിക്കും. അതാണ് മഴക്കാലങ്ങളിൽ നമ്മൾ ഈ വർക്ക്ഷോപ്പിൻ്റെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം അവിടെ ഉണ്ടാവും. വെള്ളത്തിൽ ഇങ്ങനെ ഒരു ഓയിൽ ഫിലിംസ് കാണാറുണ്ട്, അല്ലേ? ഓയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന കാണും. ഇത് കാണാം. അത് ഇമ്മിസിബിൾ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ എന്താണ്, ഒരു മെംബ്രെയിൻ ലൈക്ക് ഫോം ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ വാട്ടർ സർഫസിൻ്റെ വാട്ടർ എയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യണോ, ആ ടെൻസൈൽ ഫോഴ്സ് കൊണ്ട് തന്നെ
ആ സർഫസിൽ ഉണ്ടാവുന്ന ഈ ടെൻസൈൽ ഫോഴ്സും ഉണ്ട്. ആ സർഫസിൽ എന്താണ് ഒരു മെമ്പറൈനായിട്ട് ആ സർഫസ് ആക്ട് ചെയ്യും. മെമ്പറൈൻ എന്ന് പറഞ്ഞൊരു പാളി അല്ലേ, പാളിയായിട്ട് ആക്ട് ചെയ്യും. അണ്ടർ റിടെൻഷൻ ഈ സർഫസ് ടെൻഷൻ കൊണ്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഒരു വിരി പോലെ ഒരു വിരിച്ച പോലെ ഒരു പാളി പോലെ ഉണ്ടാകുമ്പോൾ ഈ ചെറിയ ഇൻസെക്ട്സിന് ഈ ലീവ്സൊക്കെ എന്താണ് അതിലിങ്ങനെ പാറി കിടക്കും. ഇല്ലെങ്കിൽ ആ ഇൻസെക്ട്സിനൊക്കെ സുഖമായിട്ട് അതിലൂടെ നടന്നു പോകാൻ കഴിയും. അത് സിങ്ക് ആവില്ല. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഈ ടെൻസൈൽ ഫോഴ്സ് ഇങ്ങനെ ഫോം ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടാണ് ഈ സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ യൂണിറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിനെ വേറെ ടെക്നിക്കലിയും കൂടി പറയുന്നത് ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ ഫ്രീ സർഫസ് വിൽ ഹാവ് ദ സെയിം വാല്യൂ ആസ് എ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ടെൻസൈൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സർഫസ്, ആ സർഫസിൻ്റെ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ആ സർഫസ് എനർജിയിൽ പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിലുള്ള സർഫസ് എനർജിക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ്, സെയിം ആയിരിക്കും എന്നാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞില്ലേ അല്ലേ, സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. സോ നമ്മൾ എന്ത് പറയാം, ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയാം അല്ലേ. സിഗ്മ ഈക്വൽ ടു F/L എന്ന് പറയാം ആസ് പെർ ദിസ് ഡെഫിനേഷൻ, ഫോഴ്സ് ബൈ എൽ എന്ന് പറയാം. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. ഓക്കെ, അതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. സിഗ്മ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ മോസ്റ്റ്ലി ഈ സർഫസ് ടെൻഷൻ എങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് കൊണ്ടാണ് ഈ സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത്. മെയിൻലി ഡ്യൂ ടു കൊഹേഷൻ ആൻഡ് അദേഷനാണ്. കൊഹേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സെയിം ലിക്വിഡിനകത്ത് തന്നെ ഉണ്ടാവുന്ന ഫോഴ്സാണ് എന്ത്, കൊഹേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് വാട്ടറിൻ്റെ ഉള്ളിൽ തന്നെ വാട്ടറിൻ്റെ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ കൊഹേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അദേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻ്റ് ആണ്, സെയിം അല്ല, സെയിം മീഡിയം അല്ല, ഡിഫറെൻറ്റ് മീഡിയം ആയിരിക്കും. ലിക്വിഡും സോളിഡും തമ്മിലുള്ള അദേഷനാണ്, ലിക്വിഡും സോളിഡും തമ്മിലുള്ള കോണ്ടാക്റ്റിനെയാണ് എന്ത്, അദേഷൻ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ കൊഹേഷനും അദേഷനും തമ്മിലാണ്. ഇപ്പോൾ കൊഹേഷൻ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഞാൻ ഈ ചിത്രം പറയാം അല്ലേ. ഇതിനകത്ത് ഇത് ഫുൾ ഓഫ് വാട്ടർ ആണെന്ന് ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ കാണിച്ചിട്ടുണ്ട്. ഈ ലൈൻ ഫ്രീ സർഫസ് ആണ്. ഫ്രീ സർഫസ് ഓഫ് വാട്ടറാണ്. വാട്ടർ നിറഞ്ഞു നിൽക്കുന്ന ലെവലാണെന്ന് ഇമാജിൻ ചെയ്യാം. ഇതിൻ്റെ താഴെ അങ്ങോട്ട് മൊത്തം എന്താണ്, വെള്ളമാണ്. ഓക്കെ, വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഒരു സർക്കുലർ ഡ്രോപ്ലെറ്റ് ഫോം ചെയ്തിട്ടുണ്ടെന്ന് ഇമാജിൻ ചെയ്യാം, ലിക്വിഡിനകത്ത് തന്നെ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സർക്കുലർ ഡ്രോപ്ലെറ്റ് ഫോം ചെയ്യണമെങ്കിൽ അതിന് കാരണം എന്താണ്, സർഫസ് ടെൻഷൻ തന്നെയാണ്. അങ്ങനെ ആ സർക്കുലർ ഡ്രോപ്ലെറ്റ് ഫോം ചെയ്യണമെങ്കിൽ അത് ആ ലിക്വിഡിനകത്ത് തന്നെയല്ലേ ഫോം ചെയ്തിരിക്കുന്നത്. ഫുൾ വെള്ളമാണ്, ആ വെള്ളത്തിനകത്ത് തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കാരണം എന്താണ്, ഡ്യൂ ടു കൊഹേഷൻ ആണ് എന്ത്, ഈ വെള്ളത്തിനകത്ത് ഈ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് വേണ്ടത്. കാരണം എന്താണ്, സെയിം മോളിക്കുലാർ അട്രാക്ഷൻ, ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതിൽ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ടിങ് കൊണ്ടാണ്, ഇവിടെ കൊഹേഷൻ കൊണ്ടാണ് ഇവിടെ ഇത് ഫോം ചെയ്തത്. നേരെ മറിച്ച് ഇവിടെയോ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ഈ ഫ്രീ സർഫസ് എന്ന് പറയുമ്പോൾ ഇവിടെ എയർ ആയിട്ടാണ് കോൺടാക്റ്റ് വരുന്നത് അല്ലേ, എയർ ആയിട്ടാണ്. അപ്പോൾ ലിക്വിഡും എയറും തമ്മിലാണ് കോൺടാക്റ്റ്. ഓക്കെ, ലിക്വിഡും എയറും തമ്മിൽ കോൺടാക്റ്റിലാണ് ഇവിടെ ഒരു സർഫസ് ഫോം ചെയ്തത്. അതിനാണ് അദേഷൻ എന്ന് പറയുന്നത്. അദേഷൻ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെരുപ്പൊക്കെ ഒട്ടിക്കില്ലേ, ചെരുപ്പിൻ്റെ അല്ലെങ്കിൽ ഷൂവിൻ്റെ സോൾ ഒട്ടിക്കില്ലേ, അതങ്ങനെ സോൾ എന്താണ്, സോൾ ഒരു മെറ്റീരിയലാണ് അല്ലേ. ഇറ്റ് കംസ് ടു പ്ലാസ്റ്റിക് ഓർ റബ്ബർ വാട്ട് എവർ ഇറ്റ് ഈസ്, വി ക്യാൻ സേ ഇറ്റ് ആസ് ദാറ്റ്സ് എ സോളിഡ് എന്ന് പറയാം. ഈ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗം എന്താണ്, അതൊരു ലിക്വിഡ് അല്ലേ. അപ്പോൾ സോളിനും ലിക്വിഡും തമ്മിൽ ജോയിൻ്റ് അല്ലേ. അപ്പോൾ ആ ലിക്വിഡാണ്, ആ പേസ്റ്റ് നമ്മൾ ഗം അതിലേക്ക് അപ്ലൈ ചെയ്ത് ഈ സോള് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ സോളിനെ ആ ലിക്വിഡാണ് അല്ലെങ്കിൽ ആ ഗമ്മാണ് ബോണ്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആക്ട് ചെയ്തിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് അദേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻലി സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ഡ്യൂ ടു കൊഹേഷൻ ആൻഡ് അദേഷൻ കൊണ്ടാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗമാണ് പ്രോപ്പറായിട്ട് എന്ത് പറയുക, കാരണം ഇതിൽ ഈ സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് എടുക്കുകയാണെങ്കിൽ ആ സ്പെരിക്കൽ ഡ്രോപ്ലെറ്റിൻ്റെ പകുതിയും, അതായത് ഹെമിസ്ഫിയർ അല്ലെങ്കിൽ സെമി സർക്കിൾ രൂപത്തിലുള്ള ഈ ഭാഗം എന്താണ്, ഫുള്ളി ഇവിടെ ഉണ്ട്. അപ്പോൾ
ഇവിടെ ഈക്വലി ഇവിടെ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും അല്ലേ. അതേപോലെ അപ്പോൾ ഇവിടെ മേലെയും ആക്ട് ചെയ്യും, ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്ത് ഇവിടെ ഈ സർഫസിലേക്ക് പിടിച്ച് നിർത്തിയിട്ട് ഇവിടെ മെമ്പറൈനായിട്ട് ഒരു മെമ്പറൈൻ ഫോം ചെയ്യും. നേരെ മറിച്ച് ഇവിടെ ആണെങ്കിൽ എന്താണ്, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അൺഈവൻനെസ് ഉണ്ടാവും. അത് ഇതാണെങ്കിലും ഓക്കെയാണ്, എല്ലാ ഡയറക്ഷനിലും ഈക്വലി ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് എന്താണ് കറക്റ്റ് ഈ സർഫസ് ടെൻഷൻ ഫോം ചെയ്യും. ഓക്കെ, അതാ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ എന്താണ് കൊഹേഷനും അതേഷൻ്റെ കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ സിമ്പിൾ എന്താണ്, സിഗ്മയാണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. എന്താണ് സർഫസ് ടെൻഷൻ എന്ന കാര്യങ്ങൾ അതിന് എക്സാമ്പിളാണ് എന്ത്, സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടർ സർഫസ് ടെൻഷൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഈ വാട്ടർ സ്ട്രൈഡറൊക്കെ എഴുത്തച്ഛെന്ന് നമ്മൾ മലയാളത്തിൽ പറയുക അല്ലെ. പുഴയിലും കുളത്തിലൊക്കെ പോയി കണ്ട ഇൻസെക്റ്റ് ഇങ്ങനെ കുളത്തിലൂടെ വാട്ടർ സർഫസിലൂടെ നടന്നു കൊണ്ടാണ് അല്ലേ. അതിന് കാരണം സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. ആ വാട്ടർ സർഫസിൽ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ആ ഇൻസെക്റ്റിന് നടക്കാൻ കഴിയുന്നത്. അതുപോലെ ലീവ്സ്, ഇലകൾ ഈ കുളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ പാറിക്കിടക്കുന്നത് കാരണം എന്താണ്, വാട്ടർ എയറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ സർഫസ് ടെൻഷൻ ഫോം ചെയ്ത് ഒരു മെംബ്രെയിൻ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മെംബ്രെയിനിലാണ് ഈ ലീവ്സ് നിൽക്കുന്നത്. ആ മെംബ്രെയിൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ലീവ്സ് സിങ്ക് ചെയ്ത് പോകും, അതായത് മുങ്ങിപ്പോവും. ക്ലിയർ. ഇനി ഈ സർഫസ് ടെൻഷൻ തന്നെ ഒരു 3 പാർട്ടുണ്ട് സർഫസ് ടെൻഷനിൽ, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സർഫസ് ടെൻഷൻ ഓൺ ലിക്വിഡ് ഡ്രോപ്ലെറ്റിൽ ഉണ്ടാവുന്ന സർഫസ് ടെൻഷൻ. ലിക്വിഡ് ഡ്രോപ്ലെറ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് മഴത്തുള്ളി അല്ലേ, സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞില്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ കൺസിഡർ എ സ്മോൾ സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് ഓഫ് ലിക്വിഡ് ഓഫ് റേഡിയസ് r. അതായത് ഈ ഒരു ഡ്രോപ്ലെറ്റ് കൺസിഡർ ചെയ്യുക. ആ ഡ്രോപ്ലെറ്റിൻ്റെ റേഡിയസ് എന്താണ്, r ആണെന്ന് എടുക്കുക, സ്മോൾ ലെറ്റർ r ആണെന്ന് എടുക്കുക. ഓൺ ദ എൻറ്റയർ സർഫസ് ഓഫ് ദ ഡ്രോപ്ലെറ്റ് ദ ടെൻസൈൽ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ വിൽ ബി ആക്ടിങ്. അതായത് എൻറ്റയർ surface of the droplet the tensile force due to surface tension will be acting. ഇതിൻ്റെ ഈ ഡ്രോപ്ലെറ്റിൻ്റെ എൻറ്റയർ സർഫസിൽ എന്ത് ആക്ട് ചെയ്യണ്ടാവും, ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യണ്ടാവും. എന്ത് കാരണമായിട്ട്, ഡ്യൂ ടു സർഫസ് ടെൻഷൻ കൊണ്ട് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യണ്ടാവും. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യാണ് സിഗ്മ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് നമ്മൾ എടുക്കുക. സ്മോൾ ലെറ്റർ പി എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ദ ഡ്രോപ്ലെറ്റ്. ഇത് ഡ്രോപ്ലെറ്റാണ്. ഈ ഡ്രോപ്ലെറ്റിന് അകത്ത് ഉള്ള പ്രഷർ ഇൻറ്റൻസിറ്റി ആണ് എന്ത്, പി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇൻ എക്സസ് ഓഫ് ദ ഔട്ട്സൈഡ് പ്രഷർ ഇൻറ്റൻസിറ്റി. ഈ സ്പെരിക്കൽ ഡ്രോപ്ലെറ്റിൻ്റെ അകത്തുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പ്രഷറിനേക്കാൾ, പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവണ്ട, സാധാരണ പ്രഷറാണ്. അപ്പോൾ ഒരു സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഡ്രോപ്ലെറ്റിൻ്റെ അകത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് പുറത്തുള്ള പ്രഷറിനേക്കാളും കൂടുതൽ ആയിരിക്കും. ദാറ്റ് മീൻസ് മോർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും എന്തായിരിക്കും ഈ ഡ്രോപ്ലെറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. അത് നമ്മളങ്ങനെ കൺസിഡർ ചെയ്യണം. ദെൻ സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡ്രോപ്ലെറ്റിൻ്റെ ഡയമീറ്റർ എന്നും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിനെ ഡെറൈവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇക്വേഷൻ അറിവ് വേണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡ്രോപ്ലെറ്റിനെ 2 ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യണം. അതോടെ പറയും ലെറ്റ് ദ ഡ്രോപ്ലെറ്റ് ഈസ് കട്ട് ഇൻ ടു 2 ഹാഫ്സ്. 2 ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്തു. ഒരു ഹാഫ് ഇതാണ്, അതർ ഹാഫ് ഇതാണ്. എന്നിട്ട് ഈ 2 ഹാഫ്സിലും ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫോഴ്സസ് ആക്ട് ചെയ്യണത് കാണുകയാണ്. നമുക്ക് ഈ കട്ട് ചെയ്ത ഹാഫ്സിൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് 2 ഹാഫിലും ഈക്വലി ആണ് ആക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാഫാണ് എടുക്കുന്നത്. അതാണ് ഇത് ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഈ കട്ട് സെക്ഷൻ സർഫസ് ലെഫ്റ്റ് സൈഡ് അല്ല കാണിച്ചിരിക്കുന്നത്, ആ ലെഫ്റ്റ് സൈഡ്. ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ 1 ഹാഫ്, ഒരു ഹാഫിലുള്ളത് ലെഫ്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, വിൽ ബി മെയിൻലി 2 ഫോഴ്സസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ കട്ട് ചെയ്ത് എൻ്റെയർ സർഫസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ കഴിയേണ്ടതുണ്ട്. എൻ്റെയർ സർക്കംഫറൻസ് ആണ് എടുക്കുക കേട്ടോ. അതായത് ഈ സ്പെറിക്കൽ ഡ്രോപ്ലെറ്റിനെ കട്ട് ചെയ്ത ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ ഔട്ടർ സർഫസ് അല്ലേ. ഔട്ടർ സർഫസിൽ എന്ത് ആക്ട് ചെയ്യും, സർഫസ് ടെൻഷൻ ഉണ്ടാവും. ഔട്ടർ സർഫസിൽ എന്താണ്, എന്ത് ഫോഴ്സ് ഉണ്ടാവുക, ടെൻസൈൽ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാവും. ക്ലിയർ അല്ലേ. ദെൻ ഈ സർഫസിൽ എന്താ ഉണ്ടാവുക, ഈ എൻ്റെയർ സർഫസിൽ എന്താ ഉണ്ടാവുക, നോട്ട് സർക്കംഫറൻസ്, എൻ്റെയർ ഈ കട്ട് സെക്ഷനിലെ സർഫസിൽ എന്തുണ്ടാവും, പ്രഷർ ഫോഴ്സ് ആണ് ഉണ്ടാവുക. എൻ്റെയർ ഈ സർഫസ് ഏരിയയിൽ എന്താ, കട്ട് സെക്ഷൻ സർഫസ് ഏരിയയിൽ എന്തുണ്ടാവും, പ്രഷർ ഫോഴ്സ് ഉണ്ടാവും. കാര്യം മനസ്സിലാക്കുക. കട്ട് ചെയ്തു,
ആ കട്ട് ചെയ്ത ലെഫ്റ്റ് ഹാഫാണ് എടുത്ത് ആ ലെഫ്റ്റ് ഹാഫിൻ്റെ സർക്കംഫറൻസിൽ എന്തുണ്ടാവും? സർഫസ് ടെൻഷൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ്. ഡ്യൂ ടു ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ് ടെൻഷൻ. അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതാണ് എന്ത്? ടെൻസൈൽ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് സർക്കംഫറൻസിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട്. ദെൻ ആ ഏരിയയിൽ എന്തുണ്ടാവും? കട്ട് ചെയ്ത ആ ഏരിയയിൽ എന്തുണ്ടാവും? പ്രഷർ ഫോഴ്സ് ഉണ്ടാവും. അതിനെന്ത് പറയും? പ്രഷർ ഫോഴ്സ് ഓൺ ദ ഏരിയ എന്ന് പറയും. സോ വി ക്യാൻ റൈറ്റ് ആദ്യം ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആക്ടിങ് അറൗണ്ട് ദ സർക്കംഫറൻസ് ഓഫ് എ കട്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ഇൻറ്റു സർക്കംഫറൻസ് ആണ് അല്ലേ? കാരണം എന്താ ഇവിടെ തന്നെ ടെൻസൈൽ ഫോഴ്സ് അല്ല, ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആക്ടിങ് ഓൺ ദ സർക്കംഫറൻസ് ആണ്. സർഫസ് ടെൻഷൻ ആക്ടിങ് അറൗണ്ട് ദ സർക്കംഫറൻസ് ആണ്. സർഫസ് ടെൻഷൻ സിഗ്മയാണ്. സിഗ്മ ആക്ടിങ് അറൗണ്ട് ദ സർക്കംഫറൻസ് ആണ്. ഇൻറ്റു സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താണ്? പൈ ഡി ആണ്. പൈ ഡി നമ്മൾ കൊടുത്തു. ദെൻ പ്രഷർ ഫോഴ്സ് ഓൺ ദ ഏരിയ. ഈ ഏരിയയിലുള്ള പ്രഷർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ ഏതാണ്? പൈ ബൈ അല്ലേ? സർക്കിളല്ല. സർക്കിളിൻ്റെ ഏരിയ എന്താ വരിക? π/4 d² ആണ് അല്ലേ? π/4 d² ആണ് സർക്കിളിൻ്റെ ഏരിയ. സോ പ്രഷർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് പറയാം? പ്രഷർ ഇവിടെ പി ആണ്. അപ്പോൾ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഇൻറ്റു ഏരിയ ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. പ്രഷർ പി ആണ്. പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ എന്നും കൂടി പറയും കേട്ടോ. ഓർത്ത് വയ്ക്കുക. അപ്പോൾ പി ഇൻറ്റു ഏരിയ, പി ഇൻറ്റു π/4 d². രണ്ട് ഇക്വേഷൻ കിട്ടി. അതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ രണ്ട് ഫോഴ്സസും, അതായത് സിഗ്മയും പ്രഷർ ഫോഴ്സ് ഓൺ ഏരിയയും ഈ എന്താ പറയുക, ഈ ടെൻസൈൽ ഫോഴ്സും എന്താണ്? ഈ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്ന ഈക്വലൻറ്റ് ഓപ്പോസിറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും എന്താണ്? ഈ സിഗ്മ പൈ ഡിനെയും പി ഇൻറ്റു π/4 d² നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ഇൻറ്റു π/4 d² ഈക്വൽ ടു സിഗ്മ ഇൻറ്റു പൈ ഡി. അപ്പോൾ ഇതിൽ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് പ്രഷറാണ് വേണ്ടത് അല്ലേ? ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറാണ് ഇൻസൈഡ് ദ ഡ്രോപ്ലെറ്റ് ആണ് കാണേണ്ടത്. സോ പി ഈക്വൽ ടു എന്താണ്? സിഗ്മ ഇൻറ്റു പൈ ഡി ബൈ π/4 d². ഇത് പൈ ഗെറ്റ്സ് ക്യാൻസൽഡ്. ഡി മേലത്തെ ഡിയും താഴത്തെ ഒരു ഡിയും ഗെറ്റ് ക്യാൻസൽ. സോ റിമൈനിങ് എന്താ വരിക? 4 സിഗ്മ ബൈ ഡി ആണ് വരിക. അപ്പോൾ ഈ മേലത്തെ ഇക്വേഷൻ എന്താ കാണിക്കുന്നത്? ഇപ്പോൾ ഡയാമീറ്റർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾക്കുള്ള സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റിൻ്റെ ഡയാമീറ്റർ ഡിക്രീസ് ചെയ്താൽ പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്ലെറ്റ് എന്താണ്? ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? ഈ ഡയമീറ്റർ കുറഞ്ഞ 4 സിഗ്മയുടെ വാല്യൂ കൂടുകയല്ലേ ചെയ്യുക? ക്ലിയർ? അതാണ് ഇതൊന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് പ്രഷർ ഇൻറ്റൻസിറ്റി ഈക്വേഷനിൽ നിന്ന് ചിലപ്പോൾ ഡ്രോപ്ലെറ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക, ചിലപ്പോൾ സിഗ്മ സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാനായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക, ചിലപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാനായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. ഇത് ഒന്നാണ്, ഒരു ടൈപ്പാണ് സർഫസ് ടെൻഷൻ്റെ. ഇനി അതേപോലെ വേറെ ടൈപ്പാണ്. ഇതിപ്പോൾ നമ്മൾ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് എല്ലാം പഠിച്ച് അല്ല, സോളിഡ് ഡ്രോപ്ലെറ്റ് ആണ്. സോളിഡ് ഡ്രോപ്ലെറ്റ് ഇൻ ദ സെൻസ് ഫുള്ളി ലിക്വിഡ് ആണ്. ഫുൾ ഇപ്പോൾ ഡി ഡയമീറ്ററിൽ ഫുൾ അകത്തൊക്കെ എന്താണ്? ലിക്വിഡാണ്. ക്ലിയർ? ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷനാണ് ഹോളോ ബബിളാണ്. ഹോളോ ബബിൾ എന്ന് പറഞ്ഞാൽ ഹോളോ ബബിളിൻ്റെ എക്സാമ്പിൾ എന്താ? അല്ലേ, ലിക്വിഡ് ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞപ്പോൾ ലിക്വിഡ് ഡ്രോപ്ലെറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ റെയിൻ വാട്ടർ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത്. ഈ ഹോളോ ബബിൾ എന്ന് പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ സോപ്പ് ബബിൾ അല്ലേ? സോപ്പ് ഇടുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തുണിയൊക്കെ കഴുകുമ്പോൾ സോപ്പ് ബബിൾസ് ഫോം ചെയ്യും അല്ലേ? ആ ബബിൾ എന്താണ്? ഇങ്ങനെ പാറി നടക്കും അല്ലേ? പാറി കിടക്കും. അതെന്താണ്? ഫുള്ളൊരു സ്പെരിക്കൽ ഷേപ്പാണ് കാണുക. ബട്ട് എന്താണ്? അകത്ത് എന്താണ്? പൊള്ളയായിരിക്കും അല്ലേ? ഉള്ളിൽ എന്താണ്? എയർ ആയിരിക്കും. ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ബേസ്റ്റ് ചെയ്ത് പോകും. ക്ലിയർ? അപ്പോൾ അതാണ് ഈ ഹോളോ ബബിളിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ ഹോളോ ബബിൾ ലൈക്ക് എ സോപ്പ് ബബിൾ ഇൻ എയർ ഹാസ് 2 സർഫസസ്. ഇവിടെ ഒരു വേർഡ് ഞാൻ വിട്ടു പോയിട്ടുണ്ട്. എയർ ഹാസ് 2 സർഫസസ് ആണ്. ഇവിടെ എഴുതി ചേർക്കണം. എയർ ഹാസ് 2 സർഫസസ്. Air has 2 surfaces in contact with the air. Air has 2 surfaces in contact with the air, one inside and other outside. These 2 surfaces subjected to surface tension. ഇതിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ആ ഹോളോ ബബിൾ വരച്ച പോലെ തന്നെ ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഇത് സോപ്പ് ബബിൾ ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഇതകത്തുള്ള നമ്മൾ കാണാത്ത ഡോട്ടർ ലൈൻ ഇടണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എയറിന് ഇതിൻ്റെ പുറത്ത് എയർ കോണ്ടാക്റ്റ് ഉണ്ട്, അതുപോലെ
ഈ ബബിളിനകത്തും എന്താണ് എയർ കോണ്ടാക്റ്റ് ഉണ്ട് അല്ലേ, എയർ അല്ലേ കിടക്കണേ. അപ്പോൾ രണ്ട് സർഫസിൽ എയർ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് സർഫസിൽ എന്തുണ്ട്, 2 സർഫസസ് ആർ സബ്ജക്റ്റഡ് ടു വാട്ട്, സർഫസ് ടെൻഷനാണ്. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ഹോളോ ആയിട്ട് ഇരിക്കുന്ന ബബിളിൽ തന്നെ എന്താണ്, രണ്ട് സർഫസ് ആയിട്ട് എന്താണ് സബ്ജക്റ്റഡ് ടു സർഫസ് ടെൻഷനാണ്. സോ വി ക്യാൻ റൈറ്റ്, രണ്ട് സർഫസിൽ ആക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് എഴുതിയ ഇക്വേഷൻ തന്നെയാണ്. ഒന്ന് പ്രഷർ ഉണ്ടാവും, ഏരിയയിലുള്ള പ്രഷർ, ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയയിലുള്ള പ്രഷർ ഉണ്ടാവും, പ്രഷർ ഫോഴ്സ് ഉണ്ടാവും. സോ പി ഇൻറ്റു പൈ ബൈ 4 d² എന്ന് എഴുതാം. ദെൻ സിഗ്മ പൈ ഡി എന്ന് പറഞ്ഞല്ലോ. സിഗ്മ പൈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് ടെൻഷൻ ഇൻറ്റു ആ സർക്കംഫറൻസിലുള്ളതാണ്. ഇവിടെ എന്താണ്, രണ്ട് സൈഡിലും എന്താണ്, രണ്ട് സൈഡിലും എയർ ആയിട്ട് രണ്ട് സൈഡും കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുക, രണ്ട് സൈഡ് കോണ്ടാക്റ്റിൻ്റെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു പൈ ഡി. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പി ഈക്വൽ ടു എന്താണ് 8 സിഗ്മ ബൈ ഡി അല്ലേ. പ്രീവിയസിൽ എന്താ കിട്ടിയത്, 4 സിഗ്മ ബൈ ഡി ആണ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്, 8 സിഗ്മ ബൈ ഡി ആണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? സർഫസ് ടെൻഷനോടെ ഹോളോ ബബിൾ. ക്ലിയർ. ഇതേപോലെയാണ് വേറെ ടൈപ്പാണ് എന്ത്, സർഫസ് ടെൻഷനോടെ ലിക്വിഡ് ജെറ്റ്. ഒരു ലിക്വിഡ് ജെറ്റിൽ ഇതാണ് ലിക്വിഡ് ജെറ്റ് അല്ലേ. നമ്മളിപ്പോൾ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴില്ലേ, ഒരു ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് അല്ലേ വരുന്നത് അല്ലേ. ഇങ്ങനെ ഒരു ഈവൺ ഡയമെൻഷനിൽ ഈവൺ ഡയമീറ്ററിലുള്ളൊരു ലിക്വിഡ് അല്ല, അതാണ് ഈ ലിക്വിഡ് ജെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡ് ജെറ്റിലാകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു ലിക്വിഡ് ജെറ്റ് കൺസിഡർ ചെയ്യണു, അതിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി എന്ന് എടുക്കണു, സ്മോൾ ഡി, അതിൻ്റെ ലെങ്ത്ത് എൽ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണു. ദെൻ ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ആസ് യൂഷ്വൽ കട്ട് ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് പ്രഷറാണ് ഇൻസൈഡ് ദ ലിക്വിഡ് ജെറ്റ് എബോവ് ദ ഔട്ട്സൈഡ് പ്രഷർ. എപ്പോഴും ഈ ലിക്വിഡ് ജെറ്റ് ആകുമ്പോൾ ഇതിനകത്തൊരു പ്രഷർ ഉണ്ടാവും, ആ പ്രഷർ എപ്പോഴും എന്തായിരിക്കും, ഔട്ട്സൈഡ് പ്രഷറിനെക്കാളും കൂടുതലായിരിക്കും. ഇവിടെയുള്ള സർഫസ് ടെൻഷനെ സിഗ്മ നമ്മൾ കൺസിഡർ ചെയ്യണം. കൺസിഡർ ദ ഇക്വിലിബ്രിയം ഓഫ് ദ സെമി ജെറ്റ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് സെമി ജെറ്റ് ആണല്ലോ അല്ലേ. സെമി ജെറ്റിൽ ഇക്വിലിബ്രിയമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ഇക്വേറ്റിംഗ് ഫോഴ്സസ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ, ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, പി ഇൻറ്റു ഏരിയ ഓഫ് സെമി ജെറ്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രഷർ ഫോഴ്സ് ആണ്. പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. സോ പ്രഷർ ഇൻറ്റു ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ ജെറ്റ് അല്ലേ, ജെറ്റിനെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഈ സെമി ജെറ്റിൻ്റെ ഏരിയ അല്ലേ. സെമി ജെറ്റിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ഏരിയ അല്ലേ വരിക, ഈ ഒരു ഏരിയ അല്ലേ വരിക. അപ്പോൾ പി ഇൻറ്റു ഇവിടെ ഈ ലെങ്ത് എന്താണ്, എൽ ആണ്. ഈ ഡിസ്റ്റൻസ് എന്താ വരിക, ഈ ജെറ്റിൻ്റെ ഡയമീറ്ററിന് ഈക്വൽ അല്ലേ, ഡി, അതാണ് പി ഇൻറ്റു എൽ ഇൻറ്റു ഡി. ദെൻ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ അല്ലേ. സർഫസ് ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ്, സർഫസ് ടെൻഷൻ എവിടെയാണ്, ഇവിടെയും ഇവിടെ ഉണ്ടാവുള്ളൂ, അതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല സാറേ എന്ന് ചോദിക്കും, അതെങ്ങനെയാണെന്നുള്ളത് പറയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഇങ്ങനെയാണുള്ളത്. കാര്യം മനസ്സിലാവണ്ട, സോറി, ഇത് വരയ്ക്കാൻ ചെറിയ, ഐ ഹോപ്പ് ഇതൊന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. യെസ്, ഓൾമോസ്റ്റ് ഡൺ, ബട്ട് ഇതൊന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഇവിടെയൊക്കെ ഫുള്ളി ലിക്വിഡാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സർഫസിലല്ല ആക്റ്റുള്ളൂ. അപ്പോൾ ഇവിടെയാണ്, ഈ പോർഷനിലാണ്, ഈ ലൈനിലാണ് എന്തുണ്ടാവുക, സർഫസ് ടെൻഷൻ ഉണ്ടാവുക. ഈ ലൈനിലാണ് ഉണ്ടാവുക, അതായത് ഇവിടെ കാണിച്ചിരിക്കണം തന്നെ, ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്. ഈ പോർഷനിൽ ഉണ്ടാവില്ല, ബിക്കോസ് ഈ പോർഷൻ ഇവിടെ ഇങ്ങനെ അകത്താണ്, ഇവിടെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ആണ് അല്ലേ. ഏരിയ മീൻസ് സർക്കംഫറൻസ് ആണ് നമ്മൾ പ്രീവിയസ്ലി പഠിച്ചത്. അപ്പോൾ ഇവിടെ എന്താ വരിക, ലെങ്ത് അല്ലേ, ഇവിടെ ഈ ലെങ്ത്തിലല്ലേ ഉള്ളത്, ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആണ്. അപ്പോൾ സോ സിഗ്മ ഇൻറ്റു 2 L അല്ലേ ഉള്ളത്, ഇവിടുത്തെ ഈ ലെങ്ത് കൊണ്ട് രണ്ട് സൈഡിലുണ്ട് അല്ലേ, അതുകൊണ്ട് 2L. ഓക്കെ, അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പി ഇൻറ്റു എൽ ഇൻറ്റു ഡി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 2L. സോ വി ക്യാൻ റൈറ്റ് പി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 2L ബൈ എൽ ഡി. എന്നോണെങ്കിൽ എൽ ക്യാൻസൽ ചെയ്ത് 2 സിഗ്മ ബൈ ഡി എന്നും എഴുതാം. ക്ലിയർ? ഇതാണ് എന്ത്, സർഫസ് ടെൻഷൻ ഓൺ എ ലിക്വിഡ് ജെറ്റ്. ഓക്കെ, ഇത്രയാണ് സർഫസ് ടെൻഷനെ കുറിച്ച്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് സർഫസ് ടെൻഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ നോക്കാം. ക്ലിയർ? ഓക്കെ, താങ്ക് യു.